പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെ മാത്രമല്ല പ്രദേശത്തെ മൃഗങ്ങളെയും ഒരുപോലെ ബാധിക്കും. ചുറ്റും സംഭവിക്കുന്ന ആഘാതങ്ങളിൽ പകച്ചു നിൽക്കുകയും പലയിടത്തും കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്ന മിണ്ടാപ്രാണികളെ രക്ഷിക്കാനെത്തിയ ഒരു കൂട്ടം പ്രവർത്തകരുണ്ട് മുണ്ടക്കൈയിൽ. എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ ഈ ഒരു നാശം വിതച്ച ഉരുൾപൊട്ടൽ, അതിനുശേഷം രക്ഷാപ്രവർത്തനം സജീവമാകുമ്പോൾ ഈ മൃതശരീരങ്ങൾ നിരവധി കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ മറ്റൊരു കാര്യം, ഈ ഉരുൾപൊട്ടലിൽ ഈ ഭാഗങ്ങളിലൊക്കെ അകപ്പെട്ടു പോയ നിരവധി മൃഗങ്ങളുണ്ട്, വളർത്തുമൃഗങ്ങളുണ്ട്. അവയെയൊക്കെ സംരക്ഷിക്കുവാൻ വേണ്ടി, അവയൊക്കെ തിരികെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഒരു സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തായാലും എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു പ്രവർത്തനം? ഇന്ന് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടില്ലേ? ഞങ്ങൾ 2 ദിവസമായിട്ട് ഇപ്പോൾ ഇവിടെ ഫീൽഡിലുണ്ട്. ഇപ്പം ചൂരൽമല ആൻഡ് മുണ്ടക്കൈ 2 സ്ഥലത്തുള്ള ആനിമൽസിന് വേണ്ടിയിട്ടുള്ള ഫീഡും അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സപ്പോർട്ടുമാണ് ഞങ്ങളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുന്നേ വന്നായിരുന്നു. അപ്പോൾ ഒരു 12ഓളം പശുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള ഫീഡും കാര്യങ്ങളും കൊടുത്തു. ഇന്ന് വന്നപ്പം ഒരു 3 പശുക്കൾ അവിടെ വയ്യാണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഇത് വെറ്റിനറി ഡോക്ടറാണ്. സാറിൻ്റെ ഹെൽപ്പോടുകൂടെ അവർക്ക് വേണ്ട മെഡിക്കൽ സപ്പോർട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഒരു ഇഞ്ചുറി ആയിട്ട് കിടക്കുന്ന ഒരു പട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയും ഞങ്ങൾ എടുത്തിട്ട് ഇവിടെ വെറ്റിനറീൻ്റെ ഒരു ചെറിയൊരു ക്ലിനിക്ക് പോലെയുണ്ട്, അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മേഖലയിലോട്ടൊക്കെ പോകുമ്പോൾ കൂടുതലും കെട്ടിടങ്ങളൊക്കെ തകർന്ന് അങ്ങനെ പല രീതിയിലും മൃതശരീരങ്ങളാണ് ഈ ഭാഗത്തുനിന്ന് കൂടുതൽ കണ്ടെത്തുന്നത്. അപ്പോൾ മൃഗങ്ങളിപ്പോൾ ഒറ്റപ്പെട്ട് കഴിയുന്ന നിരവധി മൃഗങ്ങൾ ആ ഭാഗത്ത് ഉണ്ട് എന്ന് തന്നെയാണ്. മൃഗങ്ങളെ പറ്റി നമ്മൾ ചോദിക്കുമ്പോൾ മൃഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും, അങ്ങനെയാണ്. ഇപ്പോൾ ഇന്ന് അവിടെ പശുക്കൾ ഉണ്ടെന്ന് പറഞ്ഞു, അങ്ങോട്ട് പോയി. പശുക്കൾ ഉണ്ടെന്ന് പറഞ്ഞില്ല, ഞങ്ങളവിടെ പട്ടി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ അവിടുന്ന് വിളിച്ചു, പശുക്കൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ടു. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഒരു പട്ടി കുട്ടീനെ കിട്ടി, അതിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ആൾ പറഞ്ഞ പോലെ ക്ലിനിക്കിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. അല്ലാതെ ഞങ്ങളിങ്ങനെ ചോദിച്ച് പോവാണ്, മൃഗങ്ങളുണ്ടോ, അവിടെ ഉണ്ടോ, ഹെൽപ്പ് വേണോ എന്നുള്ളത്. റെസ്ക്യൂ ആയിട്ട് ചെയ്യുന്നില്ല, റിലീഫ് ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് ഫീഡ്, മെഡിസിൻ, ഫോഡർ, ടാർപോളിൻ ഷീറ്റ്, അതൊക്കെയാണ്. പിന്നെ ചെറിയ ഇപ്പോൾ പട്ടിക്കുട്ടിയൊക്കെ ആയതുകൊണ്ട് പറ്റുന്നതുകൊണ്ട് ഇങ്ങോട്ട് താഴെ ഇറക്കിയെന്നേ ഉള്ളൂ, റെസ്ക്യൂ ആയിട്ട് ചെയ്യുന്നില്ല. എന്തായാലും ഒരു ഡോക്ടർ കൂടെയാണ്. അപ്പോൾ ഈ ഒരു കണ്ടെത്തുന്ന മൃഗങ്ങൾക്ക് വൈദ്യസഹായം എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് പ്രാഥമികമായി എന്തൊക്കെയാണ് നൽകുക? പ്രാഥമികമായും നമ്മൾ ആനിമലിനെ നോക്കിയിട്ട് അതിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് അറിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ കണ്ട കേസുകളിലെല്ലാം ഭക്ഷണം ലഭിക്കാതെയും പരിചരണം ലഭിക്കാതെ ഉണ്ടാകുന്ന താൽക്കാലികമായ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അതിന് നമ്മൾ ഇവരുടെ കയ്യിൽ നമ്മൾ ഇന്നലെ കുറച്ച് മെഡിസിൻസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഫ്ലൂയിഡ്സ് കൊടുത്തു. ഭക്ഷണം കഴിക്കാനായിട്ടുള്ളൊരു ആരോഗ്യം വരുന്ന രീതിക്കുള്ള മരുന്നുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ലിഫ്റ്റ് ചെയ്യാൻ അവിടെയുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ അവരെല്ലാവരും ഹെൽപ്പ് ചെയ്തു. അവിടുന്ന് നമ്മൾ ഇവിടെ താഴെ കൊണ്ടുവന്നു. ഇവിടെ നമ്മുടെ കൂടെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡോക്ടറും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. നേരെ താഴെ എത്തിച്ചു. അവിടെ നിന്ന് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് വഴി ഡയറി സൊസൈറ്റിയിലേക്ക് കൊടുക്കുകയും അവിടെ നിന്ന് ബാക്കി റിഹാബിലിറ്റേഷൻ അവർ ഫീഡ് കൊടുക്കുന്ന കാര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു ഡോഗ് കുറച്ച് അനീമിക് ആയിരുന്നു, അവൻ്റെ കയ്യിൽ ഒരു സൈഡിൽ മുറിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മുറിവ് ഡ്രസ്സ് ചെയ്തു, വിശപ്പിനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു, ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് താഴെ എത്തിച്ചു ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്നുണ്ട്. ആളിപ്പോൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി, ആൾ റിക്കവറായി വന്നോളും. ഒരു വൂണ്ട് മാത്രമേ പ്രശ്നമുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ദുരന്തങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് മൃഗങ്ങൾക്ക് പെട്ടെന്ന് ഇത് തിരിച്ചറിയാൻ പറ്റുമെന്നുള്ള കാര്യമുണ്ടല്ലോ. അപ്പോൾ ഈ വളർത്തുമൃഗങ്ങളിലുപരി മറ്റ് വന്യമൃഗങ്ങളൊക്കെ തന്നെ ഈ ഒരു ഭാഗത്ത് ഉള്ളതാണ്. അപ്പോൾ അത്തരത്തിലേതെങ്കിലും മൃഗങ്ങളെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടോ അങ്ങനെ അതിനെ എന്തെങ്കിലും ഇങ്ങനെ ഈ ഒരു ചികിത്സ വേണമെന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, തീർച്ചയായും ഇതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ധാരാളം വന്യജീവികളും പെട്ടുപോയിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ ചാലിയാറിലൊക്കെ നമ്മൾ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതൊക്കെ കണ്ടു. ഇതിന് ദുരന്തത്തും അതുപോലെ ഇതുപോലെ വലിയ ഇത് വരുന്നതിന് മുന്നേ മൃഗങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ചില വൈബ്രേഷൻസ്, ഭൂമിയുടെ അകത്തുണ്ടാകുന്ന കുലുക്കങ്ങൾ തിരിച്ചറിഞ്ഞ് അവർ രക്ഷപ്പെടാറുണ്ട്. എന്നാലും കുറച്ച് മൃഗങ്ങൾ അല്ലെങ്കിൽ ഒട്ടനവധി മൃഗങ്ങൾ പോയിട്ടുണ്ടാവും. പക്ഷെ അവരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരൊന്ന് കണ്ടെത്തണം. കണ്ടെത്തിയാൽ തന്നെ വലിയ ആനിമൽസ് ആണെങ്കിൽ അവർക്ക് നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. വെറ്റിനറി യൂണിവേഴ്സിറ്റിയും AHD ഒക്കെ അത്തരം കേസുകളിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉള്ള സജ്ജീകരണങ്ങൾ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഇത്തരത്തിൽ തന്നെ മനുഷ്യജീവന് തുല്യം തന്നെയാണ് ഈ ഒരു വളർത്തു മൃഗങ്ങളും എന്ന് തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ രക്ഷാപ്രവർത്തനം, അതിന് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ എങ്ങനെയാണ്? ഇപ്പം ഞങ്ങളിവിടെ വെറ്റിനറി യൂണിവേഴ്സിറ്റി ആയിട്ടും ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയുള്ള മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവരവിടെ
പ്രൊആക്റ്റീവ് ആയിട്ടുണ്ട് ഇവിടെ. നമ്മൾ മൃഗങ്ങൾസിനെ അങ്ങോട്ടേക്ക് എത്തിക്കുകയാണെങ്കിൽ അതിനുള്ള സപ്പോർട്ടും മെഡിക്കൽ സപ്പോർട്ടും എല്ലാം അവർ കൊടുക്കുന്നുണ്ട്. എന്തായാലും സംയുക്തമായൊരു രക്ഷാപ്രവർത്തനം ഇവിടെ നടക്കുമ്പോൾ ഈ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം അതിന് ഈ സംഘം ഇവിടെ എത്തിയിരിക്കുന്നു. അവർ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ വൈകിട്ട് വരെ അവിടെ ഈ മേഖലയിൽ പരിശോധന നടത്തി കുറേയധികം മൃഗങ്ങളെ രക്ഷിക്കുവാൻ അവർക്ക് സാധിച്ചു എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു പ്രവർത്തനവും ഈ മേഖലയിൽ സജീവമായി തുടരുകയാണ്.